Hello everyone, welcome to Catalyst Education. മക്കളെ നമ്മുടെ പ്ലസ് ടു കോമേഴ്സിന്റെ മോഡൽ എക്സാമിന് ഇനി വെറും 20 ദിവസങ്ങൾ. 20 ദിവസമേ ഉള്ളൂ. ഇനി പഠിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കാനാണോ പ്ലാൻ? എന്നാൽ അങ്ങനെയല്ല. 20 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് സ്മാർട്ട് ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് മോർ ദാൻ ഇനഫ് ആണെന്ന് ഞാൻ പറയും. എങ്ങനെയാണ്? നിങ്ങൾ റെഡിയാണോ? ഐ യു ഗൈസ് റെഡി? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് 20 ദിവസങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്, ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം? വി മസ്റ്റ് ഹാവ് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം, വളരെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരേണ്ടത് ആരാണ്? നമ്മുടെ മുന്നിലുള്ള 6 സബ്ജക്ട്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഏതൊക്കെയായിരുന്നു? നമുക്ക് അക്കൗണ്ടൻസി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അതുണ്ട്, അതല്ലെങ്കിൽ പൊളിറ്റിക്സ്, മാത്തമാറ്റിക്സ് അല്ലേ, അതുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ ഫൈനലി പാർട്ട് 2 ലാംഗ്വേജ്, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ 6 സബ്ജക്ട്സ്. ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കാന്നറിയോ? ഈ 6 സബ്ജക്ട്സിലും നമുക്ക് ഒരു 11 ചാപ്റ്ററുകളൊക്കെ വരുന്നുണ്ട് അല്ലെ, 10-11 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അക്കൗണ്ടൻസി ഒഴികെ. ഇനി ഈ 11 ചാപ്റ്റേഴ്സിലും എല്ലാ സബ്ജക്റ്റിലും ചില ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹാഫ് ഇയർലി എക്സാം എഴുതിയിട്ടുണ്ട്. ആൻഡ് കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് കണ്ടെങ്കിലും പരിചയം ഉണ്ടാവുമായിരിക്കും. അത് നമ്മൾ ക്വാർട്ടർലി എക്സാമിന് പഠിച്ചിട്ടുണ്ട്. ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഈ എല്ലാ സബ്ജക്ട്സിലും ഉണ്ടായിരിക്കും. അതിന് നമ്മൾ കുറച്ചധികം വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. കാരണം നമുക്ക് അറിയില്ല അതെന്താന്നുള്ളത് അല്ലെ. സോ അത് നമ്മൾ നോക്കണം. ആൻഡ് ഓൾസോ എങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള 20 ദിവസങ്ങൾ ഈ ഒരു 6 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. 6ൽ നിന്ന് നമുക്ക് ഒരാളെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. സെക്കൻഡ് ലാംഗ്വേജിനെ മാറ്റി വെക്കുന്നത് ഒരിക്കലും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കുന്നതോടുകൂടി എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് റിവൈസ് ചെയ്ത് പോകണം. നമുക്ക് മെയിൻ ആയിട്ടുള്ള 5 സബ്ജക്ട്സിനെ തൽക്കാലം മുന്നിൽ കാണാം. അങ്ങനെ മുന്നിൽ കാണുമ്പോൾ 20 ദിവസത്തിലെ 5 സബ്ജക്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനും നമുക്ക് 4 ഡേയ്സ് അല്ലെ, 4 ദിവസങ്ങൾ വീതം നമ്മുടെ മുന്നിൽ കിട്ടുന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പഠിക്കാം. നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് ധാരാളം മതി അല്ലെ. യെസ്. എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും? ഈ ഒരു 4 ദിവസത്തിലെ ഓരോരോ സബ്ജക്റ്റിനും വെച്ചിട്ട് 20 ദിവസത്തിലെ 5 സബ്ജക്റ്റിന് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഡേറ്റില് ഏത് സബ്ജക്റ്റിന്റെ ഏത് ചാപ്റ്റർ പഠിക്കും എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എക്കണോമിക്സ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ എടുക്കുന്ന ഡേറ്റിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബിസിനസ് സ്റ്റഡീസിലെ വലിയ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പോലെ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് വലുതാണ്, അതോ ഇടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് ഒരു ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ കൺട്രോളിംഗ് പോലുള്ള ചെറിയൊരു ചാപ്റ്റർ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ്, അത് നമുക്ക് ഇടാം. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാന്? നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാന്. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രോപ്പർ ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ഡേറ്റിന് ഏത് സബ്ജക്റ്റിന്റെ ഏത് പോർഷൻ നമ്മൾ കവർ ചെയ്യും എന്നുള്ളത് അതിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. കാരണം ഓരോരുത്തരും അവരവര് മാച്ച് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം തയ്യാറാക്കാൻ അല്ലെ. നമ്മൾ ഏതെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്താണ് ഇനി പഠിക്കാനുള്ളത് എല്ലാം നമുക്കല്ലേ അറിയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് കൺസിഡർ ചെയ്തിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. കുറച്ച് സമയം എടുത്തിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളത് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. നമ്മൾ ആ ഉണ്ടാക്കിയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മതിയായിരിക്കും. ഓക്കെ. അതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പറേഷനിൽ പറയാനുള്ളത്. പിന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ ദിവസവും എത്ര പോർഷൻ ആണ് കവർ ചെയ്യാന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി കുറെ പഠിച്ചു, 20 ദിവസങ്ങൾ വളരെ ആവശ്യമായിട്ട് ഇരുന്ന് പഠിച്ചു, എക്സാം ഹാളിൽ ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ്, റീകളക്ട്, റിപ്പീറ്റ്. എന്താണോ പഠിച്ചത് അത് എത്ര തവണ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റിവൈസ് ചെയ്യണം. റീകളക്ട് ചെയ്ത് നോക്കണം. ഓരോ ദിവസവും പഠിച്ചത് അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. ബിസിനസ് സ്റ്റഡീസിന്റെ പോയിന്റ്സ് ഒക്കെ വരുന്നില്ലേ? എക്കണോമിക്സിലെ ഗ്രാഫ് ഒക്കെ മനസ്സിലേക്ക് വരുന്നില്ലേ? നമ്മുടെ റിട്ടയർമെന്റ് അഡ്മിഷൻ ചെയ്യുമ്പോൾ സമയത്തുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ മനസ്സിലേക്ക് വരുന്നില്ലേ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. പിറ്റേ ദിവസം നെക്സ്റ്റ് മോർണിംഗ് പഠിക്കാനിരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? കഴിഞ്ഞ ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് റിവൈസ് ചെയ്തതിനു ശേഷം മാത്രം അടുത്ത സെഷൻ തുടങ്ങാം. ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മേക്ക് ഇറ്റ് പോസിബിൾ. യു
ക്യാൻ എന്നുള്ളത് വിശ്വസിക്കുക. നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഇനിയുള്ള 20 ദിവസം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാം. മോഡൽ എക്സാമിന് വളരെ കോൺഫിഡന്റോട് കൂടി ഡീൽ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതേ കോൺഫിഡന്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.